സോ എഗെയിൻ പച്ച വീട്ടിലെ പ്രശ്നേഷ് നമ്മുടെ കംപ്ലൈനിങ് സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോ പ്ലസ് ഇവരുടെ അമ്മയും അനിയത്തിയും ഇത്രയും കാലം മീഡിയയുടെ മുന്നിൽ വന്നിട്ടില്ല. അൽത്താഫിൻ്റെ ഒരു വീഡിയോനകത്ത് പെങ്ങൾ കൊടുത്തൊരു ഓഡിയോ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഐപ്പ് വള്ളിക്കാടൻ്റെ വീഡിയോയിൽ ഇവർ കൃത്യമായിട്ട് അമ്മയും പെങ്ങളും അവരുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഇവൻ ഇന്നലെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കോണ്ടൻറ് ഉള്ളത്. ഓക്കെ, ആദ്യം തന്നെ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇവൻ വീട്ടിനകത്ത് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളും പറഞ്ഞ കാര്യങ്ങളും. എന്നോട് ചോദിച്ചിട്ടാ പണിയെടുത്തതിന് മാത്രമേ പൈസ അപ്പൊ ഡിവിഡന്റ് അമ്മ എന്റെ 30% ഷെയർ ഉണ്ട്. 10 രൂപ ഡിവിഡന്റ് തന്നിട്ടില്ല. നീ എന്തോരം കണക്ക് പറഞ്ഞേക്കുന്നത് മാത്രമല്ല തിന്നിട്ടുണ്ട്, ഡ്രസ് മേടിച്ചു തന്നിട്ടുണ്ട്, ഡ്രസ് ഓണത്തിന് വിഷുവിന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. വേറെ KFC മറ്റത് എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ, അപ്പൊ പ്രശ്നേഷ് അത്യാവശ്യം കയ്യാങ്കളിയും കാര്യങ്ങളും വാക്തർക്കവും പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിലുണ്ടായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് തുടക്കത്തിൽ ഞാൻ ഈ വീഡിയോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അമ്മയും അനിയത്തിയും പറയുന്ന ഓരോ കാര്യങ്ങളിലേക്ക് പോയി നോക്കാം. എൻ്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത്. ഇപ്പം അവൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ വീട് പോലും അല്ലത്, പണയെ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിൻ്റെ പേര് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും, എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അവൾക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? അമ്മ ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവർക്ക് സങ്കടമല്ല, ഏറ്റവും വലിയ അപമാനമാണ് മകൻ വരുത്തി വെച്ചിട്ടുള്ളത്. എന്തൊക്കെ മകൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. കള്ളുകുടിയാനായ അച്ഛനിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. അവർക്കൊരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി, അവൻ അതിൽ നിന്ന് സമ്പാദിച്ച് വീട്ടിലേക്ക് അതൊക്കെ എന്തൊക്കെയോ ത്യാഗങ്ങൾ ചെയ്തതിൻ്റെ കഥയൊക്കെ അവൻ പറയുന്നതൊക്കെ ന്യൂട്രലായി ഒന്നുമല്ലാത്ത രീതിയിൽ പോകുന്ന, വെള്ളത്തിൽ വരച്ച വരയാകുന്ന ഒരു ഫേസാണ് ഈ അമ്മ സംസാരിച്ചത്. ഇപ്പോൾ സ്വന്തം പെങ്ങളെക്കുറിച്ചും അമ്മയെക്കുറിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപവാദം പറയുക എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ലേയേഴ്സും വരാം. ഓക്കെ, ആ പല ലേയേഴ്സും ചിലപ്പോൾ അവൻ്റെ ഭാഗത്തും ശരി കാണാം, ഇവരുടെ ഭാഗത്തും ശരി കാണാം. പക്ഷെ ഇവർ ഈ വീഡിയോയിൽ എവിടെയും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ പറയുക, ഈ അമ്മയോ ഈ പെങ്ങളോ ഇവനെ കുറിച്ചിട്ട് അവരനുഭവിച്ച കാര്യങ്ങളല്ലാതെ അതിൽ നിന്ന് വിട്ട് വേറൊരു സംഗതി അവനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നില്ല. അവർ ആ ഒരു സാധനം കീപ്പ് ചെയ്ത്, സ്വന്തം മകൻ അല്ലെങ്കിൽ ഏട്ടൻ എന്നുള്ള സാധനം കീപ്പ് ചെയ്തിട്ടാണ് ഈ അമ്മയും അനിയത്തിയും സംസാരിക്കുന്നത്. പക്ഷെ അവൻ അതില്ല. അവൻ വളരെ എന്താ പറയുക, ഫ്ലാറ്റായിട്ട് ഇങ്ങനെ അടിച്ച് പരത്തി എൻ്റെ അമ്മ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടവരെ ഫോൺ വിളിക്കുകയാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ജീവിതം കിട്ടാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിനുള്ള കുശുമ്പാണ്. എന്താണ് ഇത്? എന്നാലും ഇവർ വളരെ ആ ഒരു സാധനം കീപ്പ് ചെയ്തിട്ടാണ് അമ്മയും അനിയത്തിയും സംസാരിക്കുന്നത്. സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം. അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. ഈ റോഷന്റെ വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പോൾ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. എങ്ങനെ തുടങ്ങുന്ന വിഷയം തുടങ്ങുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിയിൽ പോകുമെന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞ് പറ്റത്തില്ല, അത് അവളുടെയാണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി. ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു. എൻ്റെ ലാപ്ടോപ്പ് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിട്ട് അത് നശിപ്പിച്ചാണ് കൊണ്ട് തന്നത്. അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 3-നാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന്, മേളിലായി ഇവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ്, അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരത്തുള്ളൂ. അതിൽ 2.5 ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ. അത് ബാക്കി അമ്മയുടേതാണ്. അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട്. ആ 2.5 ലക്ഷത്തിന് അവൻ
കാർ എടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ സ്വർണ്ണമാണ് പ്രശ്നേഷിൻ്റെ ഏറ്റവും വലിയ വിഷയം. നോ ഗോൾഡ് മാരേജ്, നോ ആൽക്കഹോൾ മാരേജ്, നോ ജാതകം മാരേജ്. പിന്നെ അവൻ്റെ പൊന്മാൻ്റെ റിവ്യൂ ഒക്കെ, ഇവന് പൊന്മാൻ എങ്ങനെ എത്രത്തോളം കണക്റ്റ് ആയി എന്നുള്ളതൊക്കെ ഇപ്പോഴാണ്. ഇവൻ ശരിക്കും പ്രശ്നേഷല്ല, ഇവൻ ഗോൾഡേഷാണ് ശരിക്കും. ഈ സ്വർണത്തിൻ്റെ മുകളിലും ഈ പൈസയുടെ മുകളിലൊക്കെയാണ് ഇവൻ്റെ വിഷയങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, ഭയങ്കര പ്രശ്നക്കാരനായ ലൈഫ് തൊലച്ച അച്ഛൻ, ആ അച്ഛൻ ഇവർക്ക് എന്താണെങ്കിലും സ്വർണം കൊടുത്തിട്ടുണ്ട്, സ്ഥലവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായി. ഞാൻ ആലോചിക്കുന്നത് ഈ സമയത്ത് അയാൾ വല്ലതും വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ ഫേസ് പുറത്ത് ചാടുന്നതായിരിക്കും. ഇത്രയും കാലം നമ്മൾ കേട്ടത് അവൻ്റെ വേർഷനാണ്. അവൻ പല ചാനലുകളിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി, 24/7 സാറ്റലൈറ്റ് ചാനലിൽ വരെ വന്നിരുന്നിട്ട് ഇവൻ ഈ അച്ഛനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരുത്തനാണ്. ഇല്ലെങ്കിൽ അങ്ങനെ അത്രയും വെറുക്കപ്പെട്ട ഒരു അച്ഛൻ കൊടുത്ത മുതൽ ഇവന് ആവശ്യമില്ല എന്ന്, അതങ്ങനെയല്ലേ വേണ്ട ശരിക്കും. ഇവനൊരു കാർ എടുക്കേണ്ട സമയം വന്നപ്പോഴത്തേക്ക് ഇവനത് അച്ഛൻ കൊടുത്ത സ്വർണത്തിൻ്റെ മുകളിലാണ് ഇവന് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതിനുശേഷം ഇവന് പുറത്തു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വീടിൻ്റെ പണയത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഈ അച്ഛൻ കൊടുത്ത സ്വർണത്തിൻ്റെ മുകളിൽ എല്ലാം റിവോൾവ് ചെയ്യുന്നത് ഈ അച്ഛൻ കൊടുത്ത വസ്തുവിൻ്റെ മുകളിലാണ്. എന്നിട്ട് ആ അച്ഛനില്ലാത്ത കുറ്റമില്ല ലോകത്ത്. അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ മോശമായിരിക്കും, കാരണം ആ അമ്മയും അനിയത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്, അയാൾ ഉപദ്രവിക്കാറുണ്ട്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇത് പറഞ്ഞ് നടന്ന് കൊട്ടി ഘോഷിച്ച് പാട്ട് പാടി നടന്ന ഒരുത്തൻ തന്നെ ഇപ്പം അയാൾ കൊടുത്ത സ്വർണത്തിനും അയാൾ കൊടുത്ത വസ്തുവിലും അയാൾ കൊടുത്ത മുതലിൻ്റെ മുകളിലാണ് കടിച്ചു തൂങ്ങിയിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുമ്പോണ്ടല്ലോ കഷ്ടം തന്നെ, അല്ലാതൊന്നും പറയാനില്ല ഇവനെക്കുറിച്ചൊന്നും. ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത്. ഞാൻ കുറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആണോ? പാർട്ട്ണർ ആയിരുന്നു. ഓക്കെ. ഈ പ്രശ്നത്തിന് ശേഷം, അതായത് ഈ 3-ാം തീയതി എന്നെ ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റിയെടുക്കണമെങ്കിലും വിറ്റതിൻ്റെ ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവൻ്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിൻ്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ കൊടുത്തിരുന്ന 3000 രൂപ തിരിച്ചു തന്നു. പക്ഷേ ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ സത്യം തന്നെ. കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നെന്നും പറഞ്ഞ്. അത് ഞാൻ പണിയെടുത്ത പൈസയാണ് കേട്ടോ. കാരണം ഫെബ്രുവരി 5-നാണ് തന്നത്. ഏപ്രിൽ 3-നാണ് എന്നെ ഉപദ്രവിച്ചതും ഞാൻ ആ വീഡിയോ എടുത്തതും. ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത്. അത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ആ വീഡിയോയ്ക്കകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ല എന്നും കഴിക്കാൻ തരുന്നതിൻ്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ആ ഒരു വീഡിയോ എടുക്കുന്നതും അവൻ തിരിച്ച് സംസാരിക്കുന്നതും ആ വീഡിയോ ഞാൻ ആദ്യം വെച്ചല്ലോ. ഈ കുട്ടി പറയുന്ന കാര്യങ്ങളുണ്ട്, അതായത് ഒരു പാർട്ട്ണറായിട്ടാണ് നിർത്തിയെന്നുള്ളത്. അതുതന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിനകത്ത് ആങ്ങളെയും പെങ്ങളുമായിട്ട് ഇരുന്നിട്ട് അതിലൊരു പാർട്ട്ണർഷിപ്പ്, അതിലൊരു എന്താ പറയുക സാലറി, ഡിവിഡൻഡ്, ഈ സെറ്റപ്പ് പോകുന്നൊരു വീട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ആ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻ, അതിനകത്ത് ഇത്ര പൊട്ടിത്തെറിയുമ്പോൾ നിന്നത് നന്നായി. കയ്യങ്കളി വരെ എത്തി. പക്ഷെ ഇതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം സാധാരണ ഒരു വീട്ടിലും അങ്ങനെയല്ല. അപ്പം എൻ്റെ വീട്ടിൽ ഞാനും അനിയത്തിയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പൈസേൻ്റെ കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ എന്തടി എന്നുള്ളൊരു വർത്താനം, ചിലപ്പോൾ എന്താണെന്നുള്ളൊരു വർത്താനം, ഒരു എന്തെങ്കിലും ഒരു മൈനർ സാധനങ്ങൾ ചുമ്മാ വന്നിട്ട് പോകുന്നല്ല. പിന്നെ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ ഏട്ടനല്ലേ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അല്ലാതെ ഈ ഒരു വര വരച്ച് ഈ വരയിലൂടെ ജീവിതം പോകണം, ഞാൻ ഇങ്ങനെ പോകണം, അവൾ അങ്ങനെ പോകണം, നിനക്കിത്ര എനിക്കിത്ര, ഇങ്ങനെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈല് ഭയങ്കര റെയറാണ്. ഓക്കെ, ആൻഡ് ഇവൻ ഈ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ വീഡിയോയിൽ പൊക്കിപ്പിടിച്ച് അനിയത്തിക്ക് പൈസ കൊടുത്തതിൻ്റെ കണക്ക് കാണിക്കുമ്പോൾ അനിയത്തി കൃത്യമായി പറയുന്നുണ്ട് പണിയെടുത്തതിൻ്റെ കൂലി, അല്ലെങ്കിൽ ഈ കുട്ടിക്കുള്ള ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡിൻ്റെ ഡിവിഡൻറ്റും ബാക്കി കാര്യങ്ങളും അല്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് കിട്ടിയ പൈസയാണെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ സ്പെഷ്യലായിട്ട് അനിയത്തിയല്ലേ മറ്റതല്ലേ അമ്മയല്ലേ. ഇപ്പം കാർ എടുത്തപ്പോഴും ഇവൻ പറയുന്നൊരു ലൈനുണ്ട്, അവർ കാർ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ സ്വർണ്ണം മേടിച്ച് വെച്ച് കാർ എടുത്തു, അവരുടെ ഇഷ്ടത്തിന്, അത് വീട്ടുകാരുടെ, ഈ അമ്മയുടെ അനിയത്തിൻ്റെ ഇഷ്ടത്തിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കി പോകുന്ന വഴിക്ക് നീ എന്ത് ചെയ്യണം, കാർ വിറ്റിട്ട് നീ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് പോകണം. അവരെ നീ കാശ് മേടിച്ച് നീ അവർക്ക് കൊടുത്തിട്ട് പോകണം. നീ ഇട്ട പൈസ നീ എടുത്തിട്ട് ബാക്കി നീ കാർ അവിടെ വെച്ചിട്ട് പോകണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇത് ആകെ എല്ലാം ചോദിച്ചു വരുമ്പോൾ പ്രശ്നേഷൻ എല്ലാം അമ്മയും അനിയത്തിയാണ് ചെയ്തത്. അമ്മേൻ്റെയും അനിയത്തിൻ്റെയും കാരണം കൊണ്ടാണ് ഞാൻ മിസ്റ്റർ ക്ലീനാണ്, ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്നുള്ളൊരു ലൈന് ഇവൻ്റെ സംസാരത്തിൽ എപ്പോഴും വന്നിട്ടുണ്ട്.
ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചു വിടറ, നാട്ടുകാർ വന്ന് സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ആളാണ്. അപ്പോൾ അവൻ പറഞ്ഞ് അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ഡിലീറ്റ് ആക്കിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന്. അപ്പോൾ ആൾക്കാർ എന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവർ കണ്ടു, എൻ്റെ മുഖത്തുള്ള പാടും ഒക്കെ അവർ കണ്ടു. അവരുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ കണക്ക് കഴിക്കാൻ തന്നതിൻ്റെ കണക്കും ഇവൻ ഈ വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ ഈ മാസം 12-ാം തീയതി തിങ്കളാഴ്ച വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. 12 മണിക്കാണ് ചേട്ടാ വന്നത്. പെങ്ങളത്തല്ലി എന്നിട്ട് വന്നിരുന്നിട്ട് കൊടൂര ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ലാസ് ഉപദേശം. പിന്നെ രാത്രി 12 മണിക്ക് വന്നതിനെ കുറിച്ചിട്ട് ഇവൻ ഇന്നലത്തെ വീഡിയോനകത്ത് പറയുന്നുണ്ട് അമ്മയും പെങ്ങളും തന്നെയാണ് ആ ടൈം പറഞ്ഞതെന്ന്. നാട്ടുകാരെ ഗുണ്ടികളെ വിളിച്ച് തല്ലാൻ നോക്കിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വേർഷൻ ഇവൻ്റെ വേറെ സാധനം, അത് ഞാൻ വെക്കാം. ഇതിൽ ഈ പെങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആലോചിക്കും, ഇവൻ പുറത്തു പോകണം, ഇവന് പുറത്ത് സെറ്റിലാവണം, ഒക്കെ അവൻ്റെ ഇഷ്ടം, അവൻ്റെ താല്പര്യം. അവൻ അങ്ങനെ പോയി, അവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ പോയി നിങ്ങൾ വിചാരിച്ചു. അപ്പോൾ അവൻ്റെ വൈഫ് എങ്ങാണ്ട് നഴ്സാണ്. അപ്പോൾ ആ ജോബും കാര്യങ്ങളൊക്കെ ആവുന്നു, ഇങ്ങനെ ആവുന്നു, അവനത് പോയി. അവനത് വിഷയമുള്ള കേസല്ല. അവനാ എന്താ പറയുക, ഈ ഒരു നാട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോകുന്നു, വേറെ കണ്ടന്റുകളാവുന്നു, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളാവുന്നു, അവൻ അങ്ങനെ പോകും. അവനെ പിന്നെ ഇനി നാട്ടിൽ ഇനി അങ്ങനെ കൂട്ടും. ഈ പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അമ്മയേക്കാൾ കൂടുതൽ ഈ കുട്ടി സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഈ ഏട്ടൻ ഇത്രയും വൃത്തിയോട് പറഞ്ഞ ഈ കുട്ടിയുടെ ഒരു അവസ്ഥ, പിന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇനിയിപ്പോൾ പുറത്തു പോകുന്ന കേസൊക്കെ എന്നെ കണ്ടറിയാം. കാരണം കുട്ടി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടി എന്താണെങ്കിൽ ഡെഫിനറ്റ്ലി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഒരു തീരുമാനമാവാതെ ഇവൻ എങ്ങോട്ടും പോക്ക് നടക്കാൻ പോകണില്ല. സ്വന്തം ഏട്ടനെതിരെ പെങ്ങൾ ഇങ്ങനെ കേസ് കൊടുത്ത് ഇത്രയും സോളിഡായിട്ട് വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് എത്ര ഉപദ്രവം അവർ സഹിച്ചിട്ടുണ്ടാവും അവിടെ. അല്ല, ഇവൻ്റെ ഉപദേശം ഭയങ്കരമായിരുന്നു. എനിക്ക് അതിലാണ് ഞങ്ങൾ 2 പെണ്ണുങ്ങൾ കുറേ നാളായിട്ട് അവിടെ ഇപ്പോൾ താമസിക്കുക. ഒരു മാസത്തോടെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുക. ജനലും വാതിലും ഒക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്ന കണക്കാ പ്രശ്നം ഉണ്ടാക്കിയ. അപ്പം നാട്ടുകാർ വന്ന് ഓടിച്ചു വിട്ട്. ഈ നാട്ടുകാർ വന്ന് ഓടിച്ചു വിട്ടതിൻ്റെ സീനിൽ ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യട്ടോ. കാരണം നട്ടപ്പാതിരയ്ക്ക് അമ്മയും പെങ്ങളും വിളിച്ചിട്ടാണ് ഇവൻ വന്നേന്നും ഇവൻ പണിസാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവനെ പണിസാധനങ്ങൾ കൊടുക്കാതെ ഇവർ ട്രാപ്പാക്കി വെച്ചതായിരുന്നു വീട്ടുകാരെന്നുള്ള വേർഷനാണ് ഇവൻ്റെത്. അതിലേക്ക് വരാം. ഈ നാട്ടുകാർ ചോദ്യം ചെയ്ത് നാട്ടുകാർ വീഡിയോ എടുക്കുമ്പോൾ ഇവൻ്റെ വൈഫ് ട്രിഗറായി. വൈഫിനെ എന്തിനാണ് ആ വീഡിയോ എടുക്കണതെന്ന് ചോദിച്ചിട്ട് ഇവൻ കറക്റ്റ് ഇവന് കാര്യങ്ങൾ പിടിക്കാൻ അറിയാം. ഇവൻ കൃത്യമായിട്ട് ഈ വീഡിയോനകത്ത് വൈഫിനെ വീഡിയോ എടുത്തു എന്നുള്ളൊരു വേർഷനിലേക്ക് നാട്ടുകാരുടെ ഒരു സാധനം തിരിച്ചു വിടുന്നുണ്ട്. പിന്നെ നാട്ടുകാർ നട്ടപ്പാതിരിക്ക് വന്ന് അലമ്പുണ്ടാക്കുമ്പോൾ നാട്ടുകാർ പ്രൊവോക്ഡ് ആവില്ലേ? പ്രൊവോക്ഡ് ആവാതിരിക്കില്ലല്ലോ. ഇനി അമ്മയാണ്, മോനാണ്, അനിയ, ഒന്നും നാട്ടുകാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ന്യൂസൻസ് ആയി കഴിഞ്ഞാൽ അവർ ഇടപെടും. കണ്ടല്ലോ, അതെ 2 അതെ നന്മോരം കളിച്ച് 2 രാത്രി വന്ന് വീട്ടിൽ നിന്ന് ബഹളം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം വേറെ വീഡിയോ എടുക്കുന്നതൊന്നും അല്ല വിഷയം. ഞങ്ങളൊന്നും ചെയ്തില്ല. പിന്നെന്താ ഇപ്പൊ കാണിച്ചൊന്നും കണ്ടില്ലേ? എടാ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിന്റെ വീഡിയോ അല്ലേ എടുത്ത? അവളുടെ വീഡിയോ എടുത്ത? നിന്റെ വീഡിയോ എടുത്ത? കാണിക്കാം. കാര്യം പറയട്ടെ, അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് തിരിച്ചു. അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നിന്റെ വീഡിയോ എടുത്ത? നിന്റെ വീഡിയോ ആരെയും വീഡിയോ എടുത്തിട്ടില്ല. അതിനു മുമ്പ് ഉൾപ്പെടുത്തിയാണ് വീഡിയോ വന്നത്. എടാ നീ ചെക്ക് ചെയ്യടാ. നാട്ടുകാരുടെ സ്വഭാവം മാറി എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നേഷിൻ്റെ കിളി പോയിട്ടുണ്ട്. എന്താണെങ്കിലും പ്രശ്നേഷ് അവിടെ നിന്നൊന്ന് ശാന്തേഷായിട്ട് മാറിയിട്ടുള്ള സീനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത്. കാരണം നാട്ടുകാരെടുത്ത് ചൊറിയാൻ പോയിട്ടൊരു കാര്യമില്ല മോനെ. നാട്ടുകാരെടുത്ത് ചൊറിയാൻ പോയാൽ ഇടുപ്പത് കിട്ടും. പിന്നെ ഇനി ഇവൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ, ഇവൻ്റെ കഴുത്തിനും കണ്ടൊരു വര വന്നിട്ടുണ്ട്, വണ്ടിക്ക് എന്തോ സീൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെതിരെ ഒരു കേസിനായിട്ട് ഒരു കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ റോഷൻ എന്തെങ്കിലും ലഹരി ഉപയോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലഹരി ഉപയോഗിക്കുന്നതായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മദ്യപിക്കും, അത് ഒക്കേഷണലി ഇടയ്ക്കൊക്കെ കുടിക്കും. ഓക്കെ, ഒരു ഒക്കേഷണൽ ഡ്രിങ്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ല, നമുക്ക് അങ്ങനെ ശല്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം പെങ്ങളെ അടിച്ചു താഴ്ത്തുന്ന എന്തിനു വേണ്ടിയാ? കാശിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? നമുക്കൊന്നുമില്ല. ഭർത്താവ് ഇട്ടേച്ച് പോയ 2 കുഞ്ഞുങ്ങളായിരുന്നു ഇതുങ്ങൾ.
നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മൾ ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ച് വന്നപ്പോഴാണ് ഇവനിങ്ങനെ ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവൻ അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഒരു ജോലി കിട്ടി. അപ്പോഴും ഞാൻ ഓർത്തു സമാധാനം, എൻ്റെ മകൻ രക്ഷപ്പെട്ടല്ലോ, ഇനി ഞങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ ഒരു അവസ്ഥ വരത്തില്ല എന്ന് വിചാരിച്ച്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവൻ ഇങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മേ ഞാൻ പോകുന്നോട്ടെ, ഞാൻ പറഞ്ഞു നീ പോരാ, അവന് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വല്ല അസുഖം വന്ന് പോകുന്നേക്കാട്ടും നല്ലല്ലേ, അപ്പോൾ പോരെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനും ഇവളും കൂടെ നിന്ന് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്നു. ഇവരൊന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നേഹിച്ചതാണ്. എന്നിട്ട് ഞാൻ ഓർത്ത് അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് ഒരു ബന്ധുക്കാരോട് പോലും പറയാതെയാണ് നമ്മളത് സമ്മതിച്ചത്. ബന്ധുക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാശില്ലെങ്കിൽ നമുക്ക് അധികം ആൾക്കാരൊന്നും കാണത്തില്ലല്ലോ. അങ്ങനെ എല്ലാം സമ്മതിച്ച് കല്യാണവും നടത്തി. എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തേക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ പയ്യെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി. ഞങ്ങൾ വേറെ, അവർ വേറെ എന്നുള്ള രീതിയായി. എന്നിട്ട് നമ്മളത് നോക്കില്ല, നമുക്ക് കുടുംബം, എനിക്കൊരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എത്രത്തോളം സഹിക്കാൻ ഭർത്താവില്ല, അപ്പോൾ ഇവനെങ്കിലും വേണമല്ലോ. അങ്ങനെ അത്രത്തോളം സഹിച്ചാണ് ഇത്രയും കാലവും ജീവിച്ചത്. ഈ അമ്മയുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ച വീഡിയോനകത്തുള്ള ചില ആസ്പെക്റ്റുകൾ വരും. അമ്മ മരുമകൾ നാത്തൂന് ഈ സാധനങ്ങൾ വരും, വരാതിരിക്കൊന്നുമില്ല. കാരണം അവരുടെ സംസാരത്തിനകത്ത് ആ ഒരു സൗണ്ട് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടി ഉണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ആ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവൻ ഭയങ്കര ആ ഒരു ക്യാരക്ടറായി ഡോമിനേറ്റിംഗ് ആയിട്ട് മാറി. ഇവൻ വീട്ടിനകത്ത് ഭയങ്കരമായിട്ട് എല്ലാം അവനാണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് അവൻ ആ ഒരു സാധനം അവൻ എടുക്കാൻ തുടങ്ങി. അതിലൊരു കുറേ കാലമായിട്ട് സഹിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. പിന്നെ ഇവർക്ക് ഇവനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയാനാണ് എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇവൻ്റെ ഈ മദ്യപാനത്തിൻ്റെ സാധനമൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞ് അവനെ നാണം കെടുത്തി വിടായിരുന്നു. പക്ഷേ ആ അമ്മയും പെങ്ങളും കൃത്യമായിട്ട് അവൻ ഒക്കേഷണലി കുടിക്കുന്നുള്ള രീതിക്ക് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞു വെച്ചത്. ഇതന്നെ അവനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും നേരെ ബീവറേജിന് മുന്നിൽ പോയി ക്യൂ നിന്ന് സാധനം വാങ്ങി മാക്കാട്ടില്ല പരിപാടി, ഇങ്ങനെ ആയിരിക്കും അവൻ പറയാൻ പോണത്. പിന്നെ അവൻ്റെ ആവശ്യം ഇതാണ്, അവൻ അമ്മേനെയും പെങ്ങളെയും കുറിച്ച് പറയുമ്പോൾ മസാല വേണം. ഈ ലൈനിക്കാണ് അവൻ പോകുന്നത്, അത് ആക്സെപ്റ്റബിൾ അല്ല. വണ്ടി എടുക്കാനായിട്ട് ഇവളുടെ ഗോൾഡ് അതേ ഉള്ളായിരുന്നു, അത് കൊടുത്ത് അവന് 3.5 ലക്ഷം ആ പൈസ വെച്ചാണ് അത് ഗോൾഡ് പണയം വെച്ചെടുത്ത്. അപ്പം നമ്മൾ ഓർത്ത് മറ്റേ വണ്ടിയുടെ ലോണിനൊക്കെ ഭയങ്കര പലിശയില്ല. അപ്പം ഞാൻ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നീ അത് വെച്ചോ, നമ്മുടെ മകൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ, അപ്പം നീ വെക്ക് എന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ ഒരു സമയത്ത് ഇവൻ അത് വിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തെ വിറ്റെന്നൊന്നും പറയുന്നില്ല, വിറ്റിട്ട് ബാക്കി കൈ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്, ഇങ്ങനെ നമുക്ക് കിട്ടണം, നമുക്ക് വേറെ നിവർത്തിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവന് തരണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോടും ഇവളോടും എന്തോ ഭയങ്കര വൈരാഗ്യം. ഞങ്ങളെ ഒരു വിധത്തിൽ അവിടെ എന്താ പറയുന്നത്, അവിടെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവനങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കൊച്ചിനെയും കൊണ്ട്. ഞങ്ങളിൽ ആര് നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അമ്മ പറഞ്ഞതാണ് സത്യം, ആര് നഷ്ടപ്പെട്ടാലും ആർക്കെന്ത് പറ്റിയാലും നഷ്ടം ആ ഫാമിലിക്കാണ്. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ച പോലെ കുറച്ച് റീൽസിൻ്റെ അകത്ത് എൻ്റെ വേണ്ടപ്പെട്ടവർ തന്നെ എന്നെക്കുറിച്ച് വരുന്ന ട്രോളുകളിൽ ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു എന്നുള്ള സാധനങ്ങളും എൻ്റെ ഒപ്പം ആരും ഇല്ല എന്നുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ ഈ ഫാമിലിയിലെ അമ്മയ്ക്കും അനിയത്തിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് ആരിലേക്കാണെന്നുള്ളത്. പിന്നെ പൊതുവേ ഇവൻ ഈ സ്വർണത്തിൻ്റെ കേസ് പറയുമ്പോൾ ഇതിൽ ഇവരുടെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ സ്വർണം വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു, അതെടുത്തപ്പോൾ വിറ്റു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവൻ്റെ വേർഷനിൽ പ്രശ്നേഷിൻ്റെ വേർഷനിൽ ഈ അമ്മയും പെങ്ങളും പറഞ്ഞിട്ടാണ് വിറ്റതാണ്. എന്നാലും സ്വർണ്ണം എടുത്തിട്ട് നല്ല ഒരു സാധനം അവിടെ നടന്നിട്ടുണ്ട്. ഞാനൊരു പെങ്കൊച്ചാ, എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ. ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ഇപ്പോൾ ഒരാങ്ങളമാർ നമ്മളെ എന്താ പറയുക സ്നേഹിക്കേണ്ട ഒരു ആങ്ങളെ ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ല ഏട്ടാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പൊക്കൂടെയെന്ന്. സത്യമാണ്, എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും AC റൂമിൽ കയറുന്ന ജോലിയാണ്. ഞാൻ അതിനു പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത്. ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്നറിയാമോ? ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് 200 രൂപ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. എനിക്ക് വേണ്ടി ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് കൊടുത്തത് ഒക്കെ. എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടേ ഇത്ര അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്ന അല്ല, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാനായിട്ട് എന്തെങ്കിലും മിണ്ടിയിട്ട് ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളം അടിക്കും. പിന്നെ എനിക്കറിയത്തില്ല ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിനു മുന്നേ ചെന്നിട്ടും അവർ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനൊന്നും പേടിപ്പിച്ചു പോലും വിട്ടില്ല. എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു പോലും വിട്ടില്ല. അതിനി അതിനി എനിക്കറിയത്തില്ല. എല്ലാവരും നിലവിൽ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ട്, എവിടെ കൊടുത്തേക്കുന്നത്? വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊരു നടപടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനം? സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാനാണ് തീരുമാനം. അന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഫാമിലി പ്രശ്നം ആയതുകൊണ്ട് നാളെ നിങ്ങൾ ഒന്നായാലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ കാണിക്കുന്ന ഒരാളുമായിട്ട് ഒന്നായി പോകേണ്ട കാര്യം എനിക്കില്ല. എനിക്കിതിനെതിരെ എന്നെ പറ്റിയിട്ട് എന്നെന്നല്ല ഒരു പെങ്കൊച്ചിനെ പറ്റിയിട്ട് ഇത്രയും മോശമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് വരെ എൻ്റെ കയ്യിലുണ്ട്. എന്താണെങ്കിലും പ്രശ്നേഷിനെതിരെ കേസ് കൊടുത്ത് പെങ്ങളും അമ്മയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസ് എന്തുകൊണ്ട് പോലീസുകാർ ടേക്കപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് ഇതേപോലെ ദേഹോപദ്രവം ഏൽപ്പിച്ച ഒരു കേസാണെന്ന് അറിഞ്ഞിട്ടും ഒരു രീതിയിലുള്ള ആക്ഷനും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല, ഒത്തുതീർപ്പിലേക്ക് പോലീസുകാർ പോകുന്നു എന്നുള്ളത് മേ ബി ഇനി പോലീസുകാരും ഈ പ്രശ്നേഷിനെ പേടിച്ചിട്ടാണോ? ഒരു ലേഡി അവർ കൃത്യമായിട്ട് പറയുന്നു വിത്ത് പ്രൂഫ് ഇവൻ അവരെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ കുട്ടിയുടെ മെഡിക്കൽ എടുത്ത് അടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അടി കിട്ടിയതാണോ എന്നുള്ളത് കൺഫേം ചെയ്ത് ഇവനാണ് മർദ്ദിച്ചതെന്നുണ്ടെങ്കിൽ ഇവനതൊരു കേസല്ലേ വേണ്ടേ? അതൊന്നും ചെയ്യാതെ അവിടുന്ന് ഒത്തുതീർപ്പാക്കി വിടണമെന്നുണ്ടെങ്കിൽ എന്താണത് വിഷയം? ഇപ്പോഴും അവർ വനിതാ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു എന്ന് പറയുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലേ പ്രശ്നേഷിനെ പേടിച്ചിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്നതിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണണം പോലീസുകാർക്ക് പ്രഥമ ദൃഷ്ടിയാൽ. എന്നാലും ഒരു സ്ത്രീ എന്നിട്ട് ഇവിടെ നമ്മൾ എത്രയോ കേസ് കണ്ടിട്ടില്ലേ? ഇപ്പം തന്നെ ഇന്നലെ ബിന്ദു എന്ന് പറഞ്ഞ ലേഡിയുടെ കേസ്, സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടുടമ പോയിട്ട് കേസ് കൊടുക്കുമ്പോഴത്തേക്ക് അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്ത് ജയിലിലിടുന്നു, അന്വേഷണം നടത്തുന്നു, FIR ഇടുന്നു. എന്തൊരു ശുഷ്കാന്തി ആയിരുന്നു. അപ്പം ഇതൊന്ന് മനസ്സിലാക്കുന്നത് പോലീസുകാർക്കടക്കം പ്രശ്നേഷിനെ പേടിയാടേ. ഇവര് പോലീസ് കേസ് കൊടുത്തു. അത് ഞാൻ സ്ത്രീപീഡനം അനിയത്തിയെ കൊല്ലാൻ നോക്കി, അവളുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി. അത് ഞാൻ അച്ഛൻ്റെ കയ്യിൽ അമ്മയുടെ അനിയത്തിൻ്റെയും പേരിലോട്ട് എഴുതി മേടിച്ചു കൊടുത്ത് സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെയും പെങ്ങളുടെയും വാക്ക് കേട്ട് ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് തിരിച്ചെടുത്തു കൊടുത്ത സ്വർണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അത് വേറെ. ഇതിപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അർജൻറ്റായിട്ട് എല്ലാത്തിനെയും കുറിച്ചൊരു ഒരു ഒരു സമ്മറി പറയണമെന്ന് തോന്നി. അവിടെ പാർട്ട് 1 കഴിഞ്ഞപ്പോൾ പാർട്ട് 2 ഇടുന്നതിന് മുമ്പ് ഒരു ട്രെയിലർ എന്നുള്ള രീതിക്കാണ് എന്തുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്ന് പറയാൻ വന്നവൻ സ്വർണത്തിനെ കുറിച്ചും പോലീസിൻ്റെ കേസിനെ കുറിച്ചും പെങ്ങളെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. വേറൊന്നും അല്ല പറയുന്നത്. എന്താ ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടയും ഗുണ്ടച്ചിയും അല്ലാതെ അവളെ പിന്നെ എന്നാ വിളിക്കണ്ട? അങ്ങനെ പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഗുണ്ടി എന്ന് പറയുന്നത് ഗുണ്ടച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടച്ചി എന്നല്ല പറയുന്നത്, വേറൊന്നും അല്ല പറയുന്നത്. പിന്നെ നിന്നോ പിടിക്കാൻ വന്നവനെ ഞാൻ പിന്നെ എന്നാ വിളിക്കേണ്ടത്? അവളെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കൊണേഷ് പ്രശ്നേഷ് എന്നുള്ളത് ഞാൻ ഒന്ന് കൊണേഷ് ആക്കിയത്. കാരണം ഗുണ്ടച്ചി എന്നൊക്കെയാണല്ലോ പറയുന്നത് നാട്ടുകാരെ. എടാ, നാട്ടുകാരെ കൈവാക്കിന് വല്ലതും അവന്മാർ, ഞാൻ ഒരു കാര്യം പറയാം, നാട്ടുകാരെ കൂടുതലായിട്ട് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവർക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം അവരുടെ വീട്ടിലൊന്നും കയറിയിട്ടും അല്ലെങ്കിൽ അവരുടെ നെഞ്ഞത്ത് കയറിയിട്ടും ചൊറിയാൻ നിൽക്കണ്ട. നിൻ്റെ വീട്ടിലെ പ്രശ്നം നീയായിട്ട് തീർക്കുക. നാട്ടുകാർ രാത്രി വന്ന് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീടിനകത്ത് കയറി അലമ്പുണ്ടാക്കിയപ്പോൾ 2 സ്ത്രീകൾ താമസിക്കുന്ന വീടായതുകൊണ്ട് നാട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരിടപെടുക എന്നുള്ളത്. അവർ ചെയ്യും, മനസ്സിലായോ? അതിനിടയിൽ കൂടി നീ അതിനിടയിൽ ഗുണ്ടച്ചി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ മിസ്റ്റർ കൊണേഷ്, നീ നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ നാട്ടുകാർ ഭയങ്കര മാന്യരാണെന്നൊക്കെ എൻ്റെ അനിയത്തി പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ വണ്ടിക്ക് അകത്തോട്ട് പുറകിലെ അല്ല ഈ സൈഡിലെ പുറകിലെ ഡോറ് വലിച്ചു തുറന്നിട്ട് വണ്ടിക്ക് അകത്തോട്ട് ഓരോരുത്തരൊക്കെ കൈയിടുന്നതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ പുറത്താക്കാം. അവൻ്റെ വായിൽ നിന്ന് വന്ന നല്ല ശുദ്ധമായിട്ടുള്ള തെറികളും ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാര്, നല്ലവരായ നാട്ടുകാര്. അപ്പൊ പോലീസ് കേസ് നിന്നവരെ വന്നിട്ടില്ല എന്നല്ല പറഞ്ഞു. ഒരാളെ തെറി വിളിക്കാന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്, കയറ്റി കാണിച്ചു തരാം, അകത്താക്കി കാണിച്ചു തരാം. അതിന്റെ മുന്നേ മോനൊരു കാര്യം ചെയ്യും, ഒരു വക്കീലിനെ കണ്ടോ, പെങ്ങൾ കൊടുത്ത കേസിൽ അകത്താവോ നോക്ക്. അതൊരു നോട്ട് ബെയിലബിൾ തന്നെ ആവും എടുത്തു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് നിന്നെ പേടിച്ചിട്ട് നാട്ടുകാരല്ല പോലീസുകാരെങ്കിലും ഒതുക്കി തീർക്കുകയാണോ എന്നുള്ളത് പറയാൻ പാടില്ല. അവിടെ വെച്ച് പോലീസുകാരന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുത്തത്. ലോൺ എടുത്തിട്ട് അതൊരു കാര്യം, തിരിച്ചു കൊടുക്കാനായിട്ട് അതിന്റെ തൊട്ട് തലേ ദിവസം ഞാനും ഇവനും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂടെ പോയായിരുന്നു.
പോയ ദിവസം അവര് സ്വർണം വാങ്ങിച്ചില്ല, മാത്രമല്ല ഞങ്ങളെ പുറത്തിറക്കി വാതിൽ പൂട്ടി. എന്നിട്ടാണ് നമ്മൾ ഓടിച്ചു വിട്ടത്. എന്നിട്ട് പിറ്റേ ദിവസം കംപ്ലൈന്റ് കൊടുത്തു, സ്വർണം തന്നില്ല, അതുപോലെ തന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞു. അതെ, അങ്ങനെ നമ്മൾ അവിടെ വെച്ച് തന്നെ പോലീസുകാർക്ക് കറക്റ്റ് കാര്യം പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്തു. അതുപോലെ എന്റെ 2.5 ലക്ഷം രൂപ ഫ്രീ ആക്കാനായിട്ട് വീടിന് ഞാൻ ഇട്ടേക്കുന്ന എന്റെ 1.36 ഇവളുടെ വീട്ടിലെ 1.14 കൂടെ ഫ്രീ ആക്കാനായിട്ട് ഇത് വിറ്റോ, അതായത് 2.5 ലക്ഷത്തിനുള്ള സാധനം വിറ്റിട്ട് ബാക്കി കൊടുത്താൽ മതി എന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച്, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അമ്മച്ചി ഒച്ചയുണ്ടാക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒച്ച ഉണ്ടാക്കിയ സാഹചര്യമൊക്കെ ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇന്ന് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ കണ്ടന്റ് ഇടും, അപ്പോൾ നമുക്കത് അരിയാക്കാം. ഇതിനകത്ത് ഇവൻ പറയുന്ന വേർഷൻ അല്ല അമ്മയും അനിയത്തിയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അവൻ പറയുന്നത് അമ്മയും അനിയത്തിയും കൂടിയാണ് ഇത് വിറ്റോളാൻ പറഞ്ഞതെന്നാണ് ഈ സ്വർണം. എന്താണെങ്കിലും സ്വർണേഷ് കുട്ടന് സ്വർണം ഭയങ്കര സീനാണ്, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ മോശമായ പ്രവൃത്തിയാണ്, അച്ഛനിൽ നിന്ന് പഠിച്ച പാടെന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ പറഞ്ഞവൻ ലാസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കുറേയൊക്കെ ലൈഫിൽ ഇപ്പോഴും അച്ഛൻ്റെ ചിലവിലാണ് ഓടിയെന്നുള്ളതാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്. 4 ഇടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തൊരു ചെറിയ പാടെങ്കിലും കാണത്തില്ല, ഒരു ചെറിയ പാടുമില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടുമില്ല. അതുപോലെ തന്നെ ഇവർ പറഞ്ഞതിൽ ഭയങ്കരമായ വിരുദ്ധതയുണ്ട്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതും അതിപ്പോ പറയല്ലേ, പുറത്തിപ്പോ പറയണ്ട, അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നാളെ ചെന്ന് സംസാരിക്കാനുള്ള കാര്യമാണ്. ഇത് ഭീഷണിയാണ്, പെങ്ങൾക്കും അമ്മയ്ക്കും ഇട്ടിട്ട് നാളെ ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമായിട്ടാണ് മൊഴികൾ എന്നുണ്ടെങ്കിൽ അത് പോലീസുകാർ നോക്കിക്കോളും. മോനും മോളും കണ്ടുപിടിച്ച് കൊണ്ടുപോയി കൊടുക്കണം എന്നൊന്നുമില്ല. പിന്നെ ഈ കുട്ടി പറഞ്ഞ പോലെ മുഖത്ത് ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാട് വരില്ല, അത് അടിയുടെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും, മനസ്സിലായോ? ഇവനെ കൊണ്ട് തല്ലാൻ പറ്റുന്ന തല്ലിന് ചിലപ്പോൾ അവിടെ മുഖത്ത് പാട് വരണമെന്ന് ഉണ്ടാവില്ല. പക്ഷേ മുഖത്തടിച്ച വേദനയേക്കാൾ കൂടുതൽ ഏട്ടൻ അനിയത്തിനെ അടിച്ചപ്പോൾ നെഞ്ഞത്താണ്, ഇവിടെയും കയറിയിട്ടുണ്ടാവും, മനസ്സിലായോ? ഒരു വിങ്ങലായിരിക്കും. അത് ഒരു ചോരേനെ തല്ലുമ്പോഴാണത് സംഗതി മനസ്സിലാവുക. അതും ഇങ്ങനത്തെ ഒരു റീസണിൻ്റെ മുകളിൽ. അതുകൊണ്ട് ആ തല്ലിൻ്റെ മെഷർമെൻറ്റും സ്കെയിലൊന്നും നിങ്ങൾ വെച്ച് അളക്കാൻ നിൽക്കണ്ട. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയവനും കിട്ടിയവർക്കും അതിൻ്റെ ഒരു സങ്കടം മനസ്സിലാവും. ഇവളുടെ അച്ഛൻ ഇവക്ക് മേടിച്ചു കൊടുത്ത ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, ഇവളുടെ ഡോക്യുമെന്റ്സും ഗോൾഡും ഒക്കെ ആയിക്കോട്ടെ, ഇവളുടെ അലമാരി ആയിക്കോട്ടെ, എല്ലാം വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തു മാറ്റിയിട്ടില്ല. കാരണം വീട്ടുകാരിങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്യും, പുറത്താക്കിയിട്ട് ഫുള്ള് കൊട്ടി അടയ്ക്കും എന്നുള്ള പ്ലാനൊന്നും നമ്മൾ വിചാരിച്ചില്ല. ശരി, അപ്പം നോ ഗോൾഡ്, നോ ആൽക്കഹോള്, മറ്റേ നോ ജാതകം. ഇനി ആ പെൺകുട്ടീൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന അലമാറയ്ക്കകത്ത് ജാതകം ഉണ്ടോയെന്നും അറിയില്ല. കാരണം ഇപ്പം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എല്ലാം മാറ്റങ്ങളാണ്. ഗോൾഡ് അവിടെ ഇരിക്കുന്നുണ്ട്, അലമാറ ഇരിക്കുന്നുണ്ട്, പെൺകുട്ടീൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത എല്ലാ സാധനവും എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. പക്ഷേ അവൻ കല്യാണം കഴിച്ചപ്പോൾ അത് നോ ഗോൾഡ്, നോ ആൽക്കഹോൾ, നോ ജാതകമായിരുന്നു, എല്ലാം നോ ആയിരുന്നു. കൊള്ളാടെ ചെക്ക പ്രഹസനം. കാരണം ഇവൾ അമ്മയുടെ ലോക്കറിൽ ഇരുന്നിട്ട് അത് എടുക്കാനായിട്ട് എന്റെ പൊന്നെ അത് തരുന്നില്ലായിരുന്നു, അത് തരുന്നില്ലായിരുന്നു. അത് വേറെ കാര്യമാണ്, അത് പറയാം കേട്ടാ. അപ്പൊ ഈ പറഞ്ഞ പോലെ മാക്സിമം ലാഗ് തരിക, മാക്സിമം നമ്മുടെ ജീവിതം തന്നെ മുടക്കുക എന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് എന്റെ വീട്ടുകാർ അങ്ങനത്തെ മൈൻഡിലായതുകൊണ്ട് ഞാൻ രാത്രി അമ്മ പറഞ്ഞതുപോലെയാണ് 11 മണി കഴിഞ്ഞ് കാണുമെന്ന് പറഞ്ഞിട്ട് 11 മണിക്ക് നമ്മൾ അവിടെ ചെന്നു. വണ്ടി അവിടെ വാതിക്കലേക്ക് ഒതുക്കിയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫായി, വീടിന്റെ കഥ അടഞ്ഞു പോണത് കണ്ടു, പൂട്ടി വെച്ച് കേട്ടു, ലൈറ്റ് ഓഫ് ആക്കിയവര്. അപ്പൊ ഞാൻ ചിന്ത ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാതിക്കുന്ന ഗേറ്റിൽ കുറച്ചു നേരം കൊട്ടിയിട്ട് ഇവര് തുറക്കണില്ല. അങ്ങനെ ഫോൺ വിളിച്ചു, അമ്മയും ലാസ്റ്റ് സായി കേട്ടിട്ടാണ് ചിഞ്ചുവിനെയും ഫോൺ വിളിച്ചത്. ഫോൺ എടുക്കണില്ല, അകത്ത് ബെല്ലൊക്കെ ഉണ്ട്. അവര് ജസ്റ്റ് പൂട്ടി, നമ്മളെ കണ്ടോണ്ട് പൂട്ടിയാണ്, നമ്മളെ കണ്ടിട്ടാണ് കേട്ടാ. അപ്പൊ അകത്ത് അല്ലി പുറത്ത് വാതിക്ക് നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂട്ടിയപ്പോഴത്തേക്കും അങ്ങനെയാണ്, ഇനി അല്ലിയെ പുറത്താക്കിയതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. അപ്പം ഞാൻ ഗേറ്റ് ചാടി അകത്ത് കയറി. കാരണം എന്റെ പേരിലാണ് ആ വീട് ഇപ്പോഴും ലീസ് എഴുതിയേക്കുന്നത്. ഇവൻ ഈ അല്ലി എന്ന് പറഞ്ഞ ഡോഗിന്റെ കേസ് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, പാവം ആ ഡോഗിന്റെ ഒരു അവസ്ഥ എന്താണ്. ഇങ്ങനെ അമ്മയും പെങ്ങളൊക്കെ നോക്കുമായിരിക്കും, മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കൊന്നുമില്ല. എന്താണെങ്കിലും ഇവൻ പറഞ്ഞു വരുന്നത്, ഇവൻ വീട്ടിലേക്ക് പോകാനുണ്ടായ കാര്യം, ഇവന് വർക്ക് കിട്ടിയപ്പോൾ ഇവൻ അതിൻ്റെ പണി സാധനങ്ങൾ ഇവൻ്റെ വീട്ടിലായിരിക്കുന്നത്. അത് വാങ്ങാൻ വേണ്ടി നിരന്തരമായിട്ട് അമ്മേനെയും പെങ്ങളെയും വിളിച്ച സമയത്ത് അവർ ഫോൺ എടുത്തില്ല. പിന്നെ ഫോൺ എടുത്ത സമയത്ത് അവർ പറഞ്ഞത് രാവിലെ 8 മണിക്ക് മുമ്പും രാത്രി 11 മണിക്ക് ശേഷമാണെങ്കിൽ നീ വന്നോന്നാണ്. അങ്ങനെയാണ് 12 മണിക്ക് 2 ഫ്രണ്ട്സിനെയും കൂട്ടി പോയത്. പിന്നെ ആ ഫ്രണ്ട്സിൻ്റെ പെങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞു, ഒപ്പം ഇരുന്ന് വെള്ളം അടിച്ചതല്ലേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടുകാർ വാതിലൊക്കെ അടച്ചതുകൊണ്ടാണ് ഗേറ്റ് ചാടി നേരെ ചെന്ന് വാതിലൊക്കെ കൊട്ടി അടച്ച വീട്ടിന് വാതിലും ജനലിലും ഇട്ട് അടിച്ച് ഒച്ചയും വിളി ഉണ്ടാക്കിയത്. ഈ ഒച്ചയും വിളിയും കേട്ടിട്ടാണ് നാട്ടുകാർ വന്നത്, മനസ്സിലായി? ഇപ്പം സംഗതി കണക്ട് ആയില്ലേ? ഇവൻ ഈ കാണിച്ച പരാക്രമത്തിലാണ് നാട്ടുകാർ വരുന്നത്. പക്ഷെ ഇവൻ പറയുന്നത് അമ്മയും പെങ്ങളും കൊടുത്ത കൊട്ടേഷനാണ് നാട്ടുകാർ ഇവനെ തല്ലിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചു വരുത്തിയതൊക്കെയാണ്. പറയുന്നിടത്തേ ഒന്നും കണക്റ്റ് ആവാത്തൊരു
വർത്താനാണ് ഇവൻ പറയുന്നത്. അല്ലാതെ ആരെയും ഉപദ്രവിക്കാനോ നാട്ടുകാരെ തല്ലാനോ ഒന്നിനും വേണ്ടി ഞങ്ങൾ നാട്ടുകാരെ തല്ലാനാണെങ്കിൽ നാട്ടുകാരെ തല്ലായിരുന്നു, നാട്ടുകാരെ തല്ലിയേനെ. പക്ഷെ നാട്ടുകാരെ തല്ലാഞ്ഞ എന്താ, നാട്ടുകാരെ തല്ലേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ അവരാണ് നമ്മുടെ വണ്ടി അടിച്ചു പൊട്ടിക്കാൻ നോക്കി. ഈ വണ്ടി തള്ളി തുറന്നതും വലിച്ചു തുറന്നതും അകത്തോട്ട് കയറാൻ വന്നതും തെറി പറഞ്ഞതും ഒക്കെ എന്റെ ഈ വിഷ്വൽസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതൊക്കെ നമ്മള് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് നല്ല പണി കൊടുക്കും. ഈ മാന്യന്മാരായിട്ടുള്ള കുടുംബം നോക്കുന്ന ആൾക്കാർക്കുള്ള പണി നമ്മൾ കൊടുക്കും. അത് അവന്മാര് കാണിച്ചതിനുള്ളത് തിരിച്ചു കൊടുക്കണം, കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. ഇല്ലീഗലായിട്ടുള്ള അവന്മാരുടെ രീതിയിലുള്ള ഊച്ചാളി പരിപാടിയല്ല, ആൾക്കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന പരിപാടി നമുക്കറിയത്തില്ല. നമുക്ക് അടിപൊളിയായിട്ട് നേരിട്ട് കൊടുക്കാനുള്ള പരിപാടി അറിയാവുള്ളൂ, ലീഗലായിട്ട് അതേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പം നീ ലീഗലായിട്ട് ആ കാര്യങ്ങളൊക്കെ നാട്ടുകാരെയുള്ള വിഷയങ്ങൾ നാട്ടുകാരായിട്ട് തീർക്കുക. നാട്ടുകാരുടെ കൈപ്പാങ്ങിന് നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ലീഗലും ഇല്ലീഗലും ഒന്നുമില്ല. നാട്ടുകാർ കൂട്ടത്തോട് നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സഹിക്കേണ്ടി വരും. നീ കഷ്ടം തന്നെയാണ്. ഇവൻ ആരെ കൊത്ത രാജു എനിക്ക് ഒന്നിപ്പോൾ വൈഫിൻ്റെ മുന്നിൽ മാസമാവാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ. എടി എന്റെ അനിയത്തിയോടാണ്, എടി നീ ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബം ഇന്നേ വരെ അച്ഛൻ 2019 ഉപേക്ഷിച്ചിട്ട് പോയപ്പോ അന്ന് തൊട്ട് ഈ 2025 വരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയ ഞാൻ എന്നെ മാന്യനല്ലേ? എന്നെക്കാളും മാന്യനാണ് നിനക്ക് അവന്മാരൊക്കെ? അവന്മാര് നിനക്ക് ഒരു ദിവസത്തെ അന്നം തന്നിട്ടുണ്ടാ? നീ പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മര്യാദ, കുറച്ചൊക്കെ ഇത്രയും കാലം എന്റെ ചെലവിൽ ജീവിച്ചതാണെന്നുള്ള ബേസിക് ബോധം വേണം. അതിന് എന്നോട് നന്ദി വേണ്ട, എന്റെ ഭയങ്കരമായിട്ട് എന്റെ കയ്യിൽ വന്ന് കടപ്പെട്ടൊന്നും കിടക്കണ്ട. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കരുത്. നീ ഒരു ദിവസം വീടിന് വേണ്ടി ചെലവ് നോക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഡയലോഗ് പറയാം. അല്ലാതെ വീട് നോക്കിയ മാന്യന്മാർ എന്ന് ഈ എന്റെയൊക്കെ വന്നിട്ട് തെറി പറയാൻ വന്നവന്മാരെ കുറിച്ച് നീ വലിയ ന്യായം പറയണ്ട. കുടുംബത്തിന് വേണ്ടി നടന്ന്, കുടുംബത്തിന് വേണ്ടി ജീവിച്ച്, കുടുംബത്തിന് വേണ്ടി ആയുസ്സും ആരോഗ്യവും എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞപ്പം ഇപ്പൊ എനിക്ക് ജീവിതം പാടില്ല, ഞാനും എന്റെ ഭാര്യയും കൂടെ ജീവിക്കരുത് എന്നുള്ള കൺസെപ്റ്റാണ്. അതെ, അപ്പൊ അതില് ബുദ്ധിമുട്ട് വന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇവളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. കാരണം എന്നെ വിശ്വസിച്ചിട്ട് എനിക്കൊരു ജീവിതം തന്ന, ഞാൻ ഒരു ജീവിതം കൊടുത്ത പെങ്കൊച്ചാണ്. ഈ എന്നെ വിശ്വസിച്ചിട്ട് ഇവളെ എന്റെ കയ്യിലേൽപ്പിച്ച് ഇവളുടെ വീട്ടുകാരെ എനിക്ക് വഞ്ചിക്കാൻ പറ്റൂല. നിങ്ങളെ ഞാൻ ഇന്നേ വരെ വഞ്ചിച്ചിട്ടില്ല. ഇന്നേ വരെ നിങ്ങളെ ഞാൻ പോറ്റിയിട്ടേ ഉള്ളൂ. അതിനുള്ളത് നിങ്ങൾ തരുന്നുണ്ട്, നല്ല അടിപൊളി നന്നായിട്ട് തരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ കാരണങ്ങൾ കൊണ്ട് ഇവളെ വരെ ഇടിക്കാൻ ആൾക്കാരെ അറേഞ്ച് ചെയ്ത ടീമിന് അവരിട്ട വീഡിയോക്കകത്തുണ്ട് ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. അത് ഞങ്ങളുടെ ഏരിയ വെച്ചിട്ട് ഒരാൾക്കൂട്ടം കൂടി ഞങ്ങൾ ഒരാളെ തല്ലിക്കൊന്നാലും ഞങ്ങൾക്കെതിരെ ഒന്നും വരില്ല എന്നുള്ള ധൈര്യത്തിൽ അവര് കാര്യങ്ങൾ ഡീൽ ചെയ്തത്. പറഞ്ഞ പോലെ പൊളിറ്റിക്സും അവരുടെ സൈഡിലുണ്ട്, കുറെയൊക്കെ കണക്ഷൻസും ഉണ്ട്. അത് നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും അതൊക്കെ അവരുടെ ഗുട്ടൻസ് ആണ്, അവരുടെ ട്രിക്സ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ടീംസിന്റെ ഒക്കെ വെട്ടോ കുത്തോ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എന്റെ വണ്ടിക്കും കൊള്ളിക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് സോഷ്യൽ മീഡിയ എന്നൊരു സാധനം മാത്രമേ എന്റെ കയ്യിലുള്ളൂ, അല്ലാതെ ആളും ബലവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സാധനം വെച്ചിട്ട് ഈ ഗുണ്ടകളെ ഒന്ന് ഒഴിവാക്കണം. ആ ഗുണ്ടകളിൽ നിന്ന് എനിക്ക് എന്നെയും ഇവളെയും എന്റെ വണ്ടിയെയും ഇവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന സാധനങ്ങളെയും സേഫ് ആക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി മൂവ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് ഇവന്റെ വിഷയം, ഇവന് ഭയങ്കരമായിട്ട് ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഭാര്യ ഇവന് മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്നാണ്. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ. ഇപ്പം ഞാൻ സ്നേഹനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കും, സ്നേഹനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഒരു സാധനമുണ്ട്. എടീ, എന്നാലും പെറ്റ വയറും ഒരേ ചോരയിൽ ജനിച്ച പെങ്ങളും അവർക്കൊരു വിശ്വാസം ഇല്ലടേ. അവർക്ക് വിശ്വാസമല്ല, അവരോടൊരു സ്നേഹം എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് വേണ്ടേ? അതുവരെ നീ ഒരുമാതിരി എന്തൊരു കഥയാന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഇവൻ ഈ പറയുന്ന നാട്ടുകാരുടെ വെല്ലുവിളിയും ഈ എന്താ പറയുമോ, ഒരു 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 പരിധി വിട്ട് കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. മനസ്സിലായില്ലേ? ഇവൻ എൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഞാനെന്തോ ഭയങ്കര സംഭവമാണ്. പിന്നെ കണക്ക് കുറച്ചിൽ ഇവൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഞാൻ കണക്ക് പറഞ്ഞിട്ടില്ല, പറയാറില്ല. കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഇവൻ കണക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും. മോനെ, നിന്നെ പ്രസവിച്ചതിൻ്റെ കണക്കും നിനക്ക് തന്ന മുലപ്പാലിൻ്റെ കണക്കും അമ്മ പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ടൗസറിൽ മുള്ളി നടക്കും. ഓക്കെ, കഷ്ടം തന്നെ ഇട നിൻ്റെ കാര്യം.